Good morning everyone. ഇന്ന് നമുക്ക് ചാപ്റ്റർ 4 അനിമൽ കിങ്ഡം പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ അനിമൽസിനൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടന്നത് എന്നാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. പഠിക്കാനില്ല, പക്ഷെ അത് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, പിന്നെ ബോഡി സിമെട്രി, നാച്ചുറോസീലം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത് വെച്ചിട്ടാണ് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് 4 തരം അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, പിന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷന് എന്താ സംഭവം എന്ന് വെച്ചാൽ പൊതുവെ കാണുന്നത് സ്പോഞ്ചസിലാണ്. ഇവിടെ സെല്ല് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഡിവൈഡ് എമംഗ് ദ സെൽസ് ആണ്. അടുത്തത് ടിഷ്യൂ ലെവൽ. ഈ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സെൽസ് കൂട്ടി വെച്ചിട്ട് ഒരു ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പൊതുവെ സീലൻഡ്രേറ്റ്സ് ആണ് കാണിക്കുന്നത് ഈ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷന്. ഇനിയൊരു ഹയർ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ ലെവൽ ഓർഗനൈസേഷനാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് കൂട്ടി പാക്ഡ് ആക്കിയിട്ട് ഓർഗൻ ഉണ്ടാവുന്നു. ഈ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പൊതുവെ പ്ലാറ്റി ഹെൽമിൻറ്റൻസും അതുപോലെ ഹയർ ഓർഗാനിസംസ് ഒക്കെ ഓർഗൻ ലെവലാണ്. പക്ഷേ വളരെ ഹയർ ഓർഗാനിസംസ് ഓർഗൻ സിസ്റ്റം ലെവലാണ് കാണിക്കുന്നത്. നമ്മളെപ്പോലെ മനുഷ്യന്മാരൊക്കെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. അതായത് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് എല്ലാം കൂട്ടി വെച്ച് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ്. 2 തരം ഡൈജസ്റ്റീവ് സിസ്റ്റമാണുള്ളത്, ഇൻകംപ്ലീറ്റും കംപ്ലീറ്റും. ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 2 ഓപ്പണിംഗ് വേണം, ഒന്ന് മൗത്തും ഒന്ന് അനസും. ഇത് രണ്ടും ഉള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് പകരം ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പ്ലാറ്റി ഹെൽമൻസിനാണ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി ദാറ്റ് സെർവ്സ് ബോത്ത് ആസ് മൗത്ത് ആൻഡ് അനസ്. ഒറ്റ ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടത് ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ് ഇവിടുത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി പഠിക്കാനുള്ളത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പറ്റിയാണ്. 2 തരം ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പൺ ടൈപ്പും ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പും ഉണ്ട്. ഇതിൽ ഓപ്പൺ ടൈപ്പ് എന്ന് വെച്ചാൽ ബ്ലഡ് നമ്മുടെ ഹാർട്ടിൻ്റെ പുറത്തേക്ക് പമ്പ്ഡ് ഔട്ട് ചെയ്യും. ആൻഡ് സെല്ലും ടിഷ്യൂസും ഒക്കെ ഡയറക്റ്റ്ലി ബാത്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ക്ലോസ്ഡ് ടൈപ്പ് എന്ന് വെച്ചാലോ ബ്ലഡ് ഒരു സീരീസ് ഓഫ് വെസൽസ് ഓഫ് വാരിങ് ഡയമീറ്റേഴ്സ് വ്യത്യാസമുള്ള ഒരു സീരീസ് ഓഫ് വെസലിൻ്റെ ഉള്ളിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്, ഇങ്ങനെ കുറേ നമുക്ക് അറിയാലോ കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ ഹയർ ലെവൽ ഓഫ് ഓർഗാനിസത്തിനൊക്കെ ക്ലോസ് ടൈപ്പ് ഓഫ് ബ്ലഡ് സർക്കുലേഷനാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് സിമ്മെട്രി. സിമ്മെട്രി എന്ന് വെച്ചാൽ അനിമൽസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ദ സിമ്മെട്രി. ഓക്കെ, ആൻഡ് സ്പോഞ്ചസ് ആർ മോസ്റ്റ്ലി അസിമെട്രിക്കൽ. എന്താണ് ഈ സിമ്മെട്രി? അതായത് ഒരു പ്ലെയിനിലൂടെ, ഒരു ജീവിയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ വെച്ച് നമ്മൾ ആ ജീവിയെ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 2 പീസസ് കിട്ടുമല്ലോ. ഈ കിട്ടുന്ന പീസസ് ഈക്വൽ ഹാഫ്സ് ആണെങ്കിൽ നമുക്ക് ആ ഓർഗാനിസത്തിനെ സിമ്മെട്രിക് ആണെന്ന് പറയാം. വെരി ഈക്വൽ ആണെങ്കിൽ 2 ഐഡൻറ്റിക്കൽ ഹാഫ്സ് ആണെങ്കിൽ അത് റേഡിയൽ സിമ്മെട്രിയാണ്. ആൻഡ് ഇങ്ങനെ ഏത് പ്ലെയിനിലൂടെ, നടുവിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും നമുക്ക് ആ ഓർഗാനിസത്തിനെ സിമ്മെട്രിക്, അതായത് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നില്ലെങ്കിൽ ആ ഓർഗാനിസം നമ്മൾ അസിമെട്രിക്കൽ എന്ന് പറയുന്നു. ആൻഡ് അടുത്തത് ബൈലാട്രൽ സിമ്മെട്രിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക പ്ലെയിനിലൂടെ, നടുവിൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രത്യേക പ്ലെയിനിലൂടെ നമ്മൾ ആ ഓർഗാനിസത്തിനെ 2ആയി പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് ഐഡൻറ്റിക്കൽ റൈറ്റ് കിട്ടുന്നു. ഇതാണ് ബൈലാട്രൽ സിമ്മെട്രി. ആൻഡ് ഇതിൻ്റെ ഫിഗേഴ്സ് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇതിവിടെ പറയുന്നത് സ്പോഞ്ചസ് ആണ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ എന്ന്. അതുപോലെ റാഡിയൽ സിമ്മെട്രി, നിഡേറിയ കാണിക്കുന്നുണ്ട്, സീലൻഡ്രേറ്റ്സ്. അതുപോലെ ബൈലാട്രൽ സിമ്മെട്രിക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡൈപ്ലോബ്ലാസ്റ്റിക്കും ട്രൈപ്ലോബ്ലാസ്റ്റിക്കും ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പറ്റിയാണ് പറയുന്നത്.
ഓർഗാനിസത്തിന് അതായത് അനിമൽസിന് സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 2 എംബ്രിയോണിക് ലെയേഴ്സ്, ആൻഡ് എക്സ്റ്റേണൽ എക്ടോഡേമും ഇൻറ്റേർണൽ എൻഡോഡേമും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ട്രൈപ്ലോബ്ലാസ്റ്റിക്കും ഡൈപ്ലോബ്ലാസ്റ്റിക്കുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഒരു ഓർഗാനിസത്തിന് 2 എംബ്രിയോണിക് ലെയർ ഉണ്ട്. ഇൻറ്റേർണൽ ഒരു ഓർഗാനിസത്തിന് 2 എംബ്രിയോണിക് ലെയർ ഉണ്ട്. പുറത്തത് എക്ടോഡേമും നടുത്തത് എൻഡോഡേമും. ഒരു ഓർഗാനിസത്തിന് ഇങ്ങനെ 2 എംബ്രിയോണിക് ലെയർ ആയിട്ടാണ് ഉള്ളതെന്ന് വിചാരിക്കാം. പുറത്തെ എക്ടോഡേമും ആൻഡ് നടുവിലത്തെ ഏറ്റവും ഉള്ളിലത്തെ എൻഡോഡേമും. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ലെയർ ഇല്ല, ബട്ട് അവിടെ മീസോഗ്ലിയാണുള്ളത്, ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഓർഗാനിസത്തിൻ്റെ സെല്ലിലെ അറേഞ്ച്മെൻ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന് നമ്മൾ ഡൈപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. 2 ലെയറാണ് ഉള്ളത്, നടുവിലുള്ളത് മീസോഗ്ലിയയാണ്. അതേസമയം ചില ഓർഗാനിസത്തിന് ഒരു the developing embryo has a third germinal layer. ഡെവലപ്പിംഗ് എംബ്രിയോന് മൂന്നാമതൊരു ലെയർ, അതായത് എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും നടുവിലായിട്ട് മൂന്നാമതൊരു ലെയർ കോൾഡ് മീസോഡേം ഉണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിനെ ട്രൈപ്ലോബ്ലാസ്റ്റിക് എന്നാണ് പറയുക. ആൻഡ് ഈ ഡൈപ്ലോബ്ലാസ്റ്റിക് പൊതുവെ സീലൻഡ്രേറ്റ്സിൽ കാണാം. ആൻഡ് ട്രൈപ്ലോബ്ലാസ്റ്റിക് ആണ് പൊതുവെ അധികത്തിലും കാണുന്നത്. അധിക ഫൈലത്തിലും പ്ലാറ്റി ഹെൽമിന്തസ് ടു കോഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് സീലം. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ ക്യാവിറ്റി ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ വാൾ, ബോഡി വാൾ ആൻഡ് ദ ഗട്ട്. അതായത് ബോഡി വാളിൻ്റെയും ഗട്ടിൻ്റെ ഇടയിലുള്ളൊരു ക്യാവിറ്റിയുടെ പ്രസൻസും ആബ്സെൻസും ആനിമൽസിൻ്റെ ഓർഗനൈസേഷൻ, ആനിമൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ്. എന്താണ് ഈ സീലം? ബോഡി ക്യാവിറ്റി. ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. ആ ബോഡി ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം. മീസോഡേം നമ്മൾ നേരത്തെ പഠിച്ചു, ആ ഒരു 3rd എംബ്രിയോണിക് ലെയർ ആണ് നടുവിലുള്ളത്. ആ മീസോഡേം ലൈനായിട്ടുള്ള ഒരു ക്യാവിറ്റി, ആ ക്യാവിറ്റി ഉണ്ടെങ്കിൽ ആ ക്യാവിറ്റിയുടെ പേരാണ് സീലം. ആ ക്യാവിറ്റി ഉള്ള ആനിമൽസിൻ്റെ പേരാണ്, അല്ലെ ഓർഗാനിസത്തിൻ്റെ പേരാണ് സീലോമേറ്റ്സ്. ഇനി ഈ സീലോമേറ്റ്സ് മാത്രമല്ല, സ്യൂഡോ സീലോമേറ്റ്സും ഉണ്ട്. അതായത് ഇൻ സം ആനിമൽസ് ദ ബോഡി ക്യാവിറ്റി മീസോഡേമുമായിട്ട് ലൈൻ ചെയ്തിട്ടല്ല ഉള്ളത്, പകരം സ്കാറ്റേർഡ് ആയിട്ടുള്ള പൗച്ചസ് ആയിട്ടാണ് സെല്ലിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. സ്യൂഡോ എന്ന് പറയുമ്പോൾ ഫേക്ക് ആണെന്ന് പറയാം, പക്ഷേ ഇവിടെ ക്യാവിറ്റി ഉണ്ട്, പക്ഷേ അത് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്യൂഡോ സീലോമേറ്റ്സ് ആഷ്യൽ മിന്തസ്, ഫൈലം ആഷ്യൽ മിന്തസിലാണ് കാണുന്നത്. അടുത്തത് ഈ സീലം ക്യാവിറ്റി ഇല്ലാത്ത, ഈ ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ആനിമൽസ് അസീലോമേറ്റ്സ് ആണ്. അവർ പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അടുത്തത് സെഗ്മെൻറ്റേഷൻ. ചില ആനിമൽസിൽ ബോഡി ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഒരുപാട് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സീരിയൽ റിപ്പിറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ കാണിക്കുന്നത് എർത്ത് വേം ആണ്. എർത്ത് വേമിൽ ദ ബോഡി ഷോസ് ദിസ് പാറ്റേൺ കോൾഡ് മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ. ആൻഡ് ഈ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷന് ഫിനോമിനൻ്റെ പേരാണ് മെറ്റാമെറിസം. അടുത്തത് നോട്ടോകോഡ്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടോകോഡ് എന്ന് വെച്ചാൽ ഒരു മീസോഡേർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ചില ആനിമൽസിൻ്റെ ഡോസൽ സൈഡിൽ മീസോഡേർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ, അതാണ് നോട്ടോകോഡ്. ഇനി നോട്ടോകോഡ്, animals with the notochord are called chordates, and those animals which does not possess this notochord are called non-chordates. Okay, അടുത്ത നമുക്ക് ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ കാണാം. ദ ബോർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമേലിയ. ഓക്കെ, ഇതാണ് ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കിങ്ഡം ഉണ്ട്, നമ്മൾ പഠിച്ച നേരത്തെ ഇപ്പോൾ ഓരോന്നും പഠിച്ച് അതിൻ്റെ ഒരു ബേസിസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. എന്താണ്? സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവലാണ്. അതിൽ സെല്ലുലാർ ലെവലിൽ ഉള്ള ഓർഗാനിസം മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആയിരിക്കും, അസീലോമേറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പൊരിഫെറയാണ്, നമ്മുടെ സ്പോഞ്ചസ്. ഈ പൊരിഫെറയിലെ മെമ്പേഴ്സിനെയാണ് പൊതുവെ സ്പോഞ്ചസ് എന്ന് പറയുന്നത്.
അടുത്തത് ടിഷ്യൂ ഒരു ഓർഗൻ സിസ്റ്റം, അതിലാണ് ബാക്കിയുള്ളവർ വരുന്നത്. അതിൽ റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ആകെ അസീലോമേറ്റ്സ് ആണ്. അസീലോമേറ്റ്സ് അല്ല, സീലൻഡ്രേറ്റ, നിഡേറിയ, ടെനോഫോറ, ഇവർ രണ്ടുപേരും മാത്രം റേഡിയൽ സിമെട്രി കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്യൂഡോസീലോമേറ്റ്സ് ആഷിൽ മിൻഡസ് ആണ് കാണിക്കുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള ഫൈലം പഠിക്കാം. ഫൈലം പൊരിഫറ. ആൻഡ് ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫൈലം പൊരിഫറ. ഈ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. ഫൈലം പൊരിഫറയിലെ മെമ്പേഴ്സിനാണ് പൊതുവെ സ്പോഞ്ചസ് എന്ന പേരിൽ നമ്മൾ കേൾക്കുന്നത്, അറിയപ്പെടുന്നത്. അവർ പൊതുവെ സ്പോഞ്ചസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവർ പൊതുവെ മെറൈനാണ് ആൻഡ് അസിമെട്രിക്കൽ ആനിമൽസ് ആണ്. ആൻഡ് ഇവർ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ആൻഡ് ഇത് അടുത്ത പോയിന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോഞ്ചസ് ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. അതായത് സ്പോഞ്ചസിന് ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിലൂടെയാണ് അവർ ഫുഡ് ഗ്യാതറിങ്ങും പിന്നെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ചും അതുപോലെ തന്നെ റിമൂവൽ ഓഫ് വേസ്റ്റും. റിമൂവൽ ഓഫ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്യാസസ് ആയാലും അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയാലും ഈ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ, ഒരു കനാൽ സിസ്റ്റത്തിലൂടെയാണ് നടക്കുന്നത്. ഇതെന്താ സിസ്റ്റം എന്ന് വെച്ചാൽ ദ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മൈന്യൂട്ട് പോസ്, ഓസ്റ്റിയ എന്ന പേരുള്ള മൈന്യൂട്ട് പോസിലൂടെ വെള്ളം ബോഡിയിലേക്ക് എത്തുന്നു. എന്നിട്ട് അത് ബോഡി ക്യാവിറ്റി, സെൻട്രൽ ക്യാവിറ്റിയായ സ്പോഞ്ചസോളിൽ എത്തുന്നു. അതിലൂടെ ഓസ്കുലത്തിലൂടെ ഈ വെള്ളം പുറത്തേക്ക് പോകുന്നു. ഈ ഒരു പാത്വേ ആണ് കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇതിലൂടെയാണ് ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് അതുപോലെ തന്നെ റിമൂവൽ ഓഫ് വേസ്റ്റും നടക്കുന്നത്. ആൻഡ് ക്വാനോസൈറ്റ്സ് ഓർ കോളാ സെൽസ്, ഇവരെ നമ്മളെ സ്പോഞ്ചസോളിലെ സെൻട്രൽ ക്യാവിറ്റി അവിടെ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസ് ആണ് ക്വാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാ സെൽസ്. ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്കെൽട്ടൺ മേഡ് അപ്പ് ഓഫ് സ്പിസ്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ദ ബോഡി എന്താണ്? ഒരു സ്കെൽട്ടൺ മേഡ് അപ്പ് ഓഫ് സ്പിസ്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഈ ഒരു സ്പിസ്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കൊണ്ടുണ്ടാക്കിയ സ്കെൽട്ടൺ കൊണ്ടാണ് ബോഡി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ഹെർമാഫ്രൊഡൈറ്റ്. ആ ടേം നോട്ട് ചെയ്യുക, ഹെർമാഫ്രൊഡൈറ്റ്. അതായത് എഗ്ഗും സ്പേമും ഒരേ ഇൻഡിവിജ്വൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്പോഞ്ചസ് അസെക്ഷലിയും സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. അസെക്ഷലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്, അതുപോലെ സെക്ഷലി ബൈ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. അടുത്തത് ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. അതും നോട്ട് ചെയ്തിരിക്കുന്ന ടേമാണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കുട്ടികൾ ലാർവൽ സ്റ്റേജിൽ അഡൾട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നേയില്ല. അതായത് ഈ സ്പോഞ്ചസിൻ്റെ ന്യൂ ജനറേഷൻ അവരുടെ ലാർവൽ സ്റ്റേജിന് പാരൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നേയില്ല, വാരീഡ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. സ്പോഞ്ചസിലെ 3 എക്സാമ്പിളാണ്. ആദ്യത്തത് സൈക്കൺ ആണ്, പിന്നെ യൂസ്പോഞ്ചിയ ഓൾസോ ബാത്ത് സംഭവം എന്ന് പറയുന്നു. പിന്നെ സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. ഇവിടെ ബാത്ത് സ്പോഞ്ച് എന്നാണ് യൂസ്പോഞ്ചിയാണ് പറയുന്നത്. അടുത്ത ഫൈലം സീലൻഡ്രേറ്റ അഥവാ നിഡേറിയ. ഓക്കെ, ഈ സീലൻഡ്രേറ്റ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്വാട്ടിക് ആയിരിക്കും. മെറൈനുണ്ട്, അക്വാട്ടിക് ഉണ്ട്. സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്. സെസൈൽ എന്ന് പറയുമ്പോൾ മൂവ്മെൻ്റ് ഇല്ലാതെ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കൺസ്ട്രക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നവർ. ഫ്രീ സ്വിമ്മിങ് എന്ന് വെച്ചാൽ സാധാ പോലെ സ്വിം ചെയ്യുന്നവർ. ഇനി ഇവർ പൊതുവെ റാഡിയലി സിമെട്രിക്കലാണ്. അതായത് ശരീരത്തിലെ ഏത് പോയിന്റിലൂടെയും നടുവിലൂടെ പാസ് ചെയ്യുന്ന ഏത് പോയിന്റിലൂടെയും നമ്മൾ ഈ ജീവനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റിക്കലായിട്ട് 2 ഈക്വൽ ഹൗസ് കിട്ടും. അടുത്തത് നിഡേറിയൻ്റെ പേര് നിഡോബ്ലാസ്റ്റിൽ നിഡോസൈറ്റ്സ് എന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സീലൻഡ്രേറ്റ ടീമിൽ വരുന്ന ആളുകൾക്ക് ഒരു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂള് അല്ലെങ്കിൽ നെമാറ്റോസൈറ്റ്സ് ഇത് അവരുടെ ബോഡിയുടെ ടെൻറ്റക്കിൾസിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഇത് ആക്ച്വലി പോയിസൺ ആണ്. ഈ പോയിസൺ ഉപയോഗിച്ച് അവർക്ക് ഡിഫെൻസും ആങ്കറേജും അതുപോലെ തന്നെ ക്യാപ്ചർ ഓഫ് പ്രേയും പറ്റും. അപ്പോൾ അതാണ് നെമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനാണ് നിഡോബ്ലാസ്റ്റർ നിഡോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിലാണ് നിഡേറിയ എന്ന പേര് വന്നിരിക്കുന്നത്. അടുത്തത് ഇവർ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ഡൈപ്ലോബ്ലാസ്റ്റിക് ആണ്. അവർക്കൊരു സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ഉണ്ട് വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ്,
ഒരു സിംഗിൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയും പിന്നെ മൗത്ത് ഹൈപ്പോസ്റ്റോമിലാണുള്ളത്. ഡൈജഷന് എക്സ്ട്രാ സെല്ലുലാറാണ്, ഇൻട്രാ സെല്ലുലാറാണ്. ഇനി സം ഓഫ് ദ നിഡേറിയസ് കോറൽസ് ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഹാവ് എ സ്കെൽറ്റൻ കമ്പോസ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ സ്കെൽറ്റനാണ് കോറൽസ് കാണിക്കുന്നത്. അടുത്തത് നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബേസിക് ബോഡി ഫോംസ്. നിഡേറിയൻസ് 2 തരം ബോഡി ഫോംസ് കാണിക്കുന്നു, പോളിപ്പും മെഡൂസയും. ഈ പോളിപ്പും മെഡൂസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പോളിപ്പ് സെസൈലാണ്, സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കാണുന്നത് പോളിപ്പ് ഹൈഡ്രിയും ആഡംസിയാണ്, മെഡൂസ ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. ഇതിൽ ഈ ഫിഗറാണ് പോളിപ്പ്. ഇവർ സെസൈലാണ്, മൂവ് ചെയ്യില്ല, അതുപോലെ തന്നെ സിലിണ്ട്രിക്കലാണ് ഷേപ്പ്. ഇതാണ് ഒറേലിയ, മെഡൂസ, ജെല്ലി ഫിഷ്. അടുത്തത് the nidarians which exist in both forms exhibit alternation of generation. അതിനാണ് മെറ്റാജെനസിസ് എന്ന് പറയുന്നത്. അതായത് പോളിപ്പ് മെഡൂസയെ അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ മെഡൂസ പോളിപ്പിനെ സെക്ഷലിയും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആൾട്ടർനേറ്റർ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക.